चालू हो गया। हाँ हाँ। ഭക്ഷണം കഴിക്കാനും ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇരുന്ന് എന്താല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല ഇതിൻ്റെ ചോട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ നല്ല പച്ചപ്പൊക്കെ ആയിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് ഇത് നിങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നണത് ഇത് ഒരു കളിക്കുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ പാർക്കാണെന്നാണോ മറ്റെന്താണെന്ന് തോന്നുന്നു അതൊന്നല്ല കേട്ടോ സംഭവം വേറെ ഒന്നുമല്ല നിങ്ങൾ ചിന്തിക്കുന്ന സംഭവം ഒന്നുമല്ല ഞാനേ വോയിസ് കൊടുക്കണതേ തനിയാണ് കേട്ടോ എന്നുവെച്ചാൽ ഞാനിത് ഇത് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വോയിസ് കൊടുക്കണം കാരണം വേറെ ഒന്നുമില്ല എൻ്റെ അത് അവിടെ ഭയങ്കര കാറ്റായിരുന്നു ആ കാറ്റത്ത് ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിത് തനിയെ വോയിസ് കൊടുക്കുക റെക്കോർഡ് ചെയ്യണം കേട്ടോ ഇത് കണ്ടു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് അവിടെ ഉള്ളത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അവിടെ ഇരുന്ന് കളിക്കാം ഒരു ഊഞ്ഞാൽ കണ്ടിരുന്നു ആ ഊഞ്ഞാലിൽ ഞാനൊന്ന് കയറിയിരുന്ന് ആടി കാരണം നമ്മുടെ പഴയ കാലത്തെ ആ ഊഞ്ഞാലാട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൗതുകമായി തോന്നി അവർ രണ്ട് ആട്ടൊക്കെ ആടിയപ്പോൾ ഭയങ്കര മനസ്സിനൊരു സന്തോഷം കുളിർമയൊക്കെ വന്നു പഴയ കാലത്തിലേക്ക് കുറച്ച് നേരം ഞാൻ പോയിട്ടോ അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്തെന്ന് കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് ഇരുന്ന് സല്ലപിക്കാനും ഫാമിലിയായിട്ട് വരുന്ന അല്ലെങ്കിൽ ബന്ധുക്കാർ അത് പറഞ്ഞ പോലെ നാട്ടുകാർ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവർ മറ്റുള്ളവർ അല്ലെങ്കിൽ ടൂറ് പോകുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വന്നിരുന്ന് ഇവിടെ തുറസായ ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഇടമാണിത് ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ഏരിയയാണിത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നല്ലോ ഫാസ്റ്റ് ഫുഡ് മീൻസ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തട്ടുകട എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇത് പുറത്തിരുന്ന് കഴിക്കുന്നത് ഇവിടെ പലതരം ഫുഡുകളുണ്ട് സ്പെഷ്യൽ കാര്യം എന്ന് പറഞ്ഞാൽ പൊറോട്ടയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ബീഫ് അല്ലെങ്കിൽ മറ്റുള്ള ഇവിടെ എന്ന് പറഞ്ഞാൽ ചിക്കനാണ് ചിക്കനോടനുബന്ധിച്ചുള്ള മട്ടൺ ചിക്കൻ അങ്ങനത്തെ സംഭവമാണ് കൂടുതലുള്ളത് ഈ കാണുന്നതാണ് ഒരു മിനി തിയേറ്ററാണത് ഒരു നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ പല പൈസക്കാരുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ചൊരു 5-8-10 സീറ്റൊക്കെ ഇട്ട് ഒരു ഫ്രിഡ്ജ് കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളും സെറ്റപ്പ് കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയൊരു ടി വി അവിടെ വെച്ചിട്ടുണ്ട് അതോടൊന്നിച്ച് സ്പീക്കറുണ്ട് അതിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ മറ്റുള്ള മാധ്യമങ്ങൾക്ക് സൗണ്ട് കൊടുക്കാനുള്ള എല്ലാ സെറ്റിങ്സ് അതിലുണ്ട് കൈ കഴുകാനായിട്ട് പുതിയ മോഡൽ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ അടിയിലൊക്കെ നല്ല ചരലും കാര്യങ്ങളൊക്കെ മെറ്റലൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫാസ്റ്റ് ഫുഡ് കൗണ്ടറിൻ്റെ ഒരു ഷോപ്പ് കേട്ടോ ഈ സംഭവമാണ് ഫാസ്റ്റ് ഫുഡ് കൗണ്ടർ ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഒരു പാകിസ്ഥാനി ഉണ്ട് അവനോട് ഞാൻ ചോദിക്കാം ചാലു ഹോ ഗയാ ചാലു ഹോ ഗയാ അവരോട് ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാന്ന് വെച്ചപ്പോഴേക്കും അവിടെ കുറേ ആൾക്കാരൊക്കെ കഴിക്കാനായിട്ട് വന്നിരുന്നു കുറച്ച് 2 പിള്ളേരും അച്ഛനും ആക്കിയും തോന്നുന്നുണ്ട് അവിടെ വന്നിരുന്നു ചായ കുടിക്കാനായിട്ട് അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂടായതുകൊണ്ട് അങ്ങനെ പകലൊന്നും ഇവിടെ ആരും വന്ന് ഇരിക്കില്ല അങ്ങനെ നല്ല രസത്തിലിരുന്ന് എ സി ഒക്കെ കൊണ്ടിരുന്ന് ചൂടില്ലാത്ത രീതിയിലൊന്നും കഴിക്കാനായിട്ട് ഇവിടെ ആളുകൾ വരില്ല എങ്ങാനും വരണത് തന്നെ അങ്ങനെ കറങ്ങി നടക്കുന്ന ആൾക്കാരാണ് ടൂറ് പോണവർ അല്ലെങ്കിൽ കാറിൽ എവിടേക്കെങ്കിലും പോണവർ ചായ കുടിക്കാനായിട്ട് പക്ഷെ അവിടെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വലിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇല്ല അപ്പോൾ അവർ രാത്രിയാണ് ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആളുകൾക്ക് ഇവിടുത്തെ നാട്ടുകാർക്ക് വന്നിരുന്ന് കൂട്ടത്തോടെ ഒരുമിച്ച് വന്നിരുന്ന് റൂമിൻ്റെ ഉള്ളിലിരുന്ന് ഇവിടുത്തെ ഒരു ആചാരം അല്ലെങ്കിൽ ആചാരം മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രക്രിയ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവത്തിലൊക്കെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് നമ്മുടെ പോലെ ടേബിളും മേശ കാലിൻ്റെ മുകളിൽ കയറ്റി അങ്ങനെ പരിപാടിയൊന്നുമില്ല ഒക്കെ താഴെ ഇരുന്ന് സെറ്റായിട്ടിരിക്കുന്ന സംഭവമാണ് ഒരു വില്ലേജാണ് അത് അതുകൊണ്ടാണ് മൊത്തത്തിൽ ഇങ്ങനെയുള്ളത് ഇത് കണ്ടോ നമ്മളെ ചൂരിൽ പോലെ തോന്നുന്ന ഒരു സംഭവമാണത് ചൂരിലല്ല അതിൻ്റെ 4 സൈഡും അതുകൊണ്ട് 3 സൈഡും 4 സൈഡും ആ രീതിയിൽ അവർ അതുകൊണ്ട് നല്ല രസത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കാരണം അതൊരു ട്രഡീഷണൽ പരിപാടിയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്നതും ഒരു ട്രഡീഷണൽ സെറ്റപ്പാണ് അവിടെ സീറ്റൊക്കെ അറേഞ്ചിട്ടുള്ളത് ഇതൊരു ദി ഫുഡ് ലാൻഡ് എന്നാണ് ഇതിൻ്റെ ആക്ച്വലി പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല രസകരമായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്രയും നീളത്തിലാണ് ഇവിടുത്തെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ആരൊക്കെ വന്നാലും ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പ്രദേശം മൊത്തം വന്നാലും സുഖമായിട്ട് ഇരുന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഭക്ഷണം കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാം ഫാമിലി വന്നിരുന്ന് കുട്ടികളെ തനിയെ നോക്കാനായിട്ട് വിടേണ്ട കാര്യമൊന്നുമില്ല സുഖമായിട്ട് അവർക്ക് അവിടെ ഇരുന്ന് കുട്ടികൾ കളിച്ചോളും നമുക്കിവിടെ എവിടെയെങ്കിലും കസാരയിലോ നിലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് സുഖമായിട്ട് ഇരുന്ന് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കേണ്ട തൊട്ടപ്പുറത്ത് റോഡുണ്ട് പക്ഷേ അത് സ്ലോ ആയിട്ട് പോണ റോഡാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ചീറിപ്പാഞ്ഞ് ഇതിലെ ഓട്ടോറിക്ഷ ബസ് വരുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായി രാത്രി വന്നു കഴിഞ്ഞാൽ കളർഫുള്ളാണ് ഇവിടെ മൊത്തം ലൈറ്റാണ് ഇവിടെ ഉണ്ടാവുക അടിപൊളി കസാരയും കാര്യങ്ങളൊക്കെ പക്ഷേ
പകൽ വന്നിരുന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ചന്തിയൊക്കെ പൊള്ളിപ്പോവും, അത്രയ്ക്ക് ചൂടാണ്. സിനിമ കണ്ട, അതാണ് ഞാൻ പുതിയതായിട്ട് പേര് സിനിമ തിയേറ്റർ പോലെയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും നീളത്തോടു കൂടി മെറ്റലൊക്കെ വിരിച്ച് ചളിയാവാത്ത രീതിയിലാണ് സെറ്റപ്പ്. ഒരു ഗ്രാമമായതുകൊണ്ട് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആളുകൾ മൊത്തം ഇവിടെ വരും. അതുപോലെ ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് രാത്രി ആകുമ്പോഴാണ് ഇവിടുത്തെ ട്രഡീഷണൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ രാത്രിയാണ് ഇവിടെ ആളുകൾ പുറത്തിറങ്ങുക. പകൽ ചൂടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആരും പുറത്തിറങ്ങില്ല. അതുകൊണ്ട് രാത്രി ഫാമിലി ആയിട്ട് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കഴിക്കാന്നുള്ള രീതിയിൽ വരും. നല്ല ഭക്ഷണമാണെങ്കിൽ മാത്രമേ അവർ വന്ന് കഴിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അവർ നല്ല വലിയ ഹോട്ടലൊക്കെ അന്വേഷിച്ച് പോകും. പക്ഷെ ഇവിടെ ആളുകൾക്ക് പുറത്തിരുന്ന് കഴിക്കാനാണ് ഏറ്റവും താല്പര്യം. അല്ലാണ്ട് എ സിയുടെ ഉള്ളിലിരുന്ന് കഴിക്കാനോ അങ്ങനെ ഒരു സംഭവമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇത് മസ്കറ്റിൻ്റെ മെയിൻ ടൗണിലൊക്കെ നടക്കില്ല, ഇത്രയും സ്ഥലമൊന്നും അവിടെ കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കണവരെ കുറവുണ്ട്. പക്ഷേ ഇരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവിടെയുണ്ട് ഫാസ്റ്റ് ഫുഡിൻ്റെ സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ടൗണിലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഗൾഫാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇതൊക്കെയാണ് ഗൾഫിൻ്റെ നമ്മൾ കാണാപ്പുറം. ഇതൊക്കെയാണ് രസകരമായ അന്തരീക്ഷമാണ്. നമ്മളിവിടെ ആൾക്കാർ രാത്രിയൊക്കെ വരുമ്പോൾ കഴിഞ്ഞാണ്ടല്ലോ ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു രസകരമായിരിക്കും. പക്ഷെ ഞാനിതിവിടെ എടുക്കാനായിട്ട് വന്നല്ല. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നീ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർ കണ്ടിട്ടുണ്ട്. എന്നാൽ മറിച്ച് മറ്റുള്ള രാജ്യത്ത് കാണാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവർക്ക് കാണാനെന്ന് വേണ്ടി ഞാൻ സംഭവം ഇട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ കറണ്ടിനെ പറ്റി, കറണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സോളാറൊന്നും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ സോളാർ ഇവിടെ വയ്ക്കുകയാണ് സുഖമാണ്. ഇത്രയും നല്ല ചൂടും വെയിലൊക്കെ ഉള്ള കാരണം ഇവിടെ സോളാർ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവർക്ക് ലൈറ്റ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങളൊരു ഇലക്ട്രിക്കലിൻ്റെ ഒരു വണ്ടിയുണ്ട് ഇവിടെ. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും പെട്രോൾ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇവിടുത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വണ്ടികളാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ പിടുത്തൊന്നുമില്ല കാര്യങ്ങൾ. പിടുത്ത മനസ്സ് തള്ളലൊന്നുമില്ല, ഇവിടെ ചെയ്യലാണ് പരിപാടി. അതാണ് വ്യത്യാസം. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്, കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇരുമ്പിൻ്റെ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ തകടൊക്കെ അടിച്ച് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ജനറേറ്റർ ഉണ്ട്. ഈ ജനറേറ്റർ പ്രവർത്തിച്ചിട്ടാണ് രാത്രി കാലങ്ങൾ ഇവിടെയൊക്കെ ലൈറ്റും മറ്റുള്ള പാട്ടിനായാലും മറ്റുള്ള കറണ്ട് ഉപയോഗത്തിന് അവിടെ അത്രയും വലിയൊരു വോൾട്ടേജ് കിട്ടുന്ന രീതിയിലുള്ള ജനറേറ്ററാണ് അവിടെ വച്ചിട്ടുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളും മറ്റുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഫ്രിഡ്ജും കാര്യങ്ങൾക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങ് ദൂരെ ഒരു വീടൊക്കെ കണ്ടു. വലിയ ഒരു വിജനമായ ഒരു സ്ഥലത്താണ് വീട്. വലിയ പൈസക്കാരെയാന്ന് തോന്നുന്നുണ്ട്. അതേപോലെ ഈ കാഴ്ചയും ഞാൻ കണ്ടു. നമ്മുടെ നാട്ടിലുണ്ട് ഈ കാഴ്ച, ഇടിഞ്ഞു പൊളിഞ്ഞു പോണത്, കെട്ടിയതൊക്കെ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് വിദേശത്തൊക്കെ. പക്ഷെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നു. എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. വിദേശത്തിന് മാത്രം പ്രത്യേകതയൊന്നുമില്ല. എന്നിരുന്നാലും അതവർ ചെയ്തിരിക്കും കേട്ടോ. അവിടെ അത്രയും നല്ല രീതിയിലുള്ള ഒമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ നാണ്യങ്ങളൊക്കെ അത്രയും കാര്യക്ഷമമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കുടിക്കുക എന്നുള്ള ഒരു സെറ്റപ്പാടിൽ നമ്മൾ പതുക്കനെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു ഹോട്ടലൊക്കെ കണ്ടു. ആ ഹോട്ടലിൻ്റെ അവിടെ സുന്ദരമായിട്ട് വണ്ടിയൊക്കെ നിർത്തി ചായ കുടിക്കാനായിട്ട് ഹോട്ടലിലേക്ക് വന്നു. ഇവിടെ ഇതൊരു ഹൈവേയുടെ ഒരു പ്രദേശത്താണ്. പക്ഷേ ഇത് ഹോട്ടലിൻ്റെ ഉള്ളിലാണ്, ഹോട്ടലാണത്. AC ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ AC-ലൊന്നും കയറിയില്ല. അപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഹോട്ടലും വണ്ടിയും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ആൾക്കാരാണ് ഇവിടെ വന്ന് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കണം. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ കഴിക്കാറില്ല. പലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കയറി ചായ കുടിക്കുകയോ വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരിപ്പായി. കാരണം പുറത്ത് ഭയങ്കര ചൂടല്ലേ, നമുക്ക് ഈ ചൂട് കൊണ്ട് നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ലോ. എന്നിരുന്നാലും ഉള്ളിൽ കയറിയപ്പോൾ ഒരു ആശ്വാസമായി. അത്യാവശ്യം AC കാര്യങ്ങളൊക്കെ ഉള്ള കാരണം സുഖമായിട്ട് ഉറക്കമൊക്കെ വരുന്ന പോലെ തോന്നി. കുറച്ചു നേരം വണ്ടിയിലൊക്കെ കുത്തിയിരുന്ന് അടുത്ത പ്രദേശത്തേക്ക് നമ്മളിങ്ങനെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമുണ്ട് വണ്ടിയിലിരിക്കുമ്പോൾ. പുറത്തത്രയും നേരം നിന്നതിൻ്റെ ഒരു സുഖം കേട്ടോ. എന്നിരുന്നാലും വെയിലൊക്കെ കുറേ കൊണ്ടാണ് ഞാൻ ഇത്രയും വലുതായിട്ടുള്ളതും ഇത്രയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളതും കേട്ടോ. കുറേ വെയിൽ കൊള്ളുന്നുണ്ട്. നാട്ടിലായാലും ഇവിടുത്തെ ആയാലും നല്ല വെയിലാണ് ഇവിടെ. നാട്ടിനേക്കാളെ അപേക്ഷിച്ച് നല്ല വെയിലാണ്. നാട്ടിലൊരു വൃത്തികെട്ട ചൂടാണെന്ന് മാത്രം പറയും. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചു തരുന്നു. പുറം ലോകം കാണുമ്പോൾ നിങ്ങൾക്ക് പ്രദേശത്ത് വിജനമായ സ്ഥലത്ത് കുറേ ബിൽഡിങ്ങും വലിയ വലിയ പൈസക്കാർ വലിയ ബംഗ്ലാവൊക്കെ പണിതിട്ടുണ്ട്. അവർക്ക് എന്താ വെച്ചാൽ ഈ പൊല്യൂഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ കുറേ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് കുറേ വീടും കാര്യങ്ങളൊക്കെ പണിയുക. അപ്പോൾ തന്നെ അവിടെ ഇത് വന്നു, പള്ളി വന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റോഡ്, ഇലക്ട്രിക്കൽ, വെള്ളം, എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ നാട്ടിലുകളും എളുപ്പത്തിലൂടെ സെറ്റ് ആവും കേട്ടോ.
അതുപോലെ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഈ ഇല കണ്ടോ നിങ്ങൾ? ഈ ഇല നമ്മുടെ നാട്ടിൽ ഇതിനെന്താ പറയുക? അറിയണവരൊന്ന് പറഞ്ഞു തരണേ. ഇത് നമ്മൾ ഈ ഇലയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന വേദനയും കാലുമേ ഉണ്ടാകുന്ന വേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നൊക്കെ. അതാണ് അതിന് പേര് എനിക്കറിയില്ല കേട്ടോ, ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. അതുപോലെ ഈ കള്ളിച്ചെടി കണ്ടോ? ഈ കള്ളിച്ചെടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പൈസ ലക്ഷങ്ങൾ കൊടുത്ത് ഓരോരുത്തർ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ പുറത്തും ഒക്കെ വയ്ക്കുന്ന സാധനം ദേ കിടക്കും. വിജനമായൊരു പറമ്പിൽ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാൻ പറയണത് ഇതാണ് ആ മരം. ഏത് മരം? വേപ്പിൻ്റെ മരം. മനസ്സിലായോ? എന്ത് രസമെന്നറിയാം ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ. നമ്മളെത്ര കാറിലിരിക്കുന്നതിലൊക്കെ നല്ല രസമാണ് ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ. കാരണം വേറെ ഒന്നുമില്ല, അത്യാവശ്യം കാറ്റും അവിടുത്തെ പുറത്തെ കുറച്ച് വായുവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സുഖമാണ്. എന്നിരുന്നാൽ എ സിയിലിരിക്കുന്ന സുഖം കിട്ടില്ല. എന്നിരുന്നാലും നല്ല വെയിലൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ സുഖമാണ്. മനസ്സിനൊരു കുളിർമയും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ. നമ്മുടെ നാട്ടിലെ പോലെ കിട്ടുന്ന മരങ്ങളൊക്കെ വെട്ടിക്കളയലും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഒമാനാണെന്ന് തന്നെ ശരിക്കും പറയാം. ഇത്രയും എവിടെ നോക്കിയാലും മരങ്ങൾ അവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതേപോലെ വെള്ളം ഒഴിച്ച് ടാങ്കിലൊക്കെ വെള്ളം കൊണ്ടുവച്ച് ടാങ്കറൊക്കെ വെള്ളം കൊണ്ടൊഴിച്ച് അവർ വളർത്തിണ്ടാക്കണം. ഈ ചെടീനെ നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല രസമില്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? അതേപോലെ ഇന്നത്തെ എൻ്റെ ഈ കാഴ്ച നിങ്ങളിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല രസമുണ്ട്. നല്ല ചൂടത്ത് ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നല്ലൊരു സുഖം.